തവളയും മക്കളും കിണറ്റിലാണ് താമസം. ദിവസവും അമ്മ തവള ഈ കുട്ടിത്തവളകളോട് കഥ പറഞ്ഞു കൊടുക്കും. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നേ. ആ രാജാവിന് 2 കുതിരകളുണ്ടായിരുന്നു. ആ കുതിരകൾക്ക് കഴുതയുടെ ചെവിയായിരുന്നു. ഇത്രയും പറയുമ്പോഴേക്കും കഥ തീരും. ഈ കിണറിൻ്റെ സമീപത്ത് ഒരു വൃക്ഷത്തിൽ ഒരു കഴുകൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കേട്ട് സഖി കെട്ട് ഒരിക്കൽ കഴുകൻ കിണറ്റിലെ തവളയെ കൊത്തിയെടുത്ത് ഈ ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കറക്കാൻ തീരുമാനിച്ചു. 2 ദിവസത്തിനു ശേഷം കിണറ്റിൽ കൊണ്ടുവന്നിട്ടു. അന്ന് മുതൽ തവള പുതിയ കഥ പറയാൻ തുടങ്ങി. തങ്ങൾ കണ്ട കാഴ്ചകളും തങ്ങൾ നേടിയ അറിവുകളും മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നത് ഭാവി തലമുറയ്ക്ക് അപകടകരമാണ്. ചെറിയ ലോകത്ത് ജീവിക്കുന്നതല്ല, ചെറിയ കാര്യങ്ങളുള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് വലിയ തെറ്റ്. തലമുറകളായി ചെയ്യുന്ന ജോലിയും കാണുന്ന കാഴ്ചകളും മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ അതിർത്തിക്കപ്പുറമുള്ള കാഴ്ചകൾ നമുക്ക് അന്യമായി പോകും. അതുപോലെ തന്നെ നമുക്ക് അറിവ് പകർന്നു തരുന്നവരുടെ അനുഭവമില്ലായ്മ വലിയ പോരായ്മയാണ്. അറിയുന്ന കാര്യങ്ങളുടെ പരിമിതിയെക്കുറിച്ച് പോലും അവർക്ക് തിരിച്ചറിവുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം. ജില്ലയിൽ നിന്നും അടുത്ത ജില്ലയിലേക്ക്, പിന്നെ അടുത്ത സംസ്ഥാനത്തേക്ക്, കഴിയുമെങ്കിൽ ലോകം മുഴുവനും. എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് നമുക്ക് യാത്ര ചെയ്യാം എന്ന് വിചാരിച്ചാൽ യാത്ര ഒരിക്കലും നടക്കില്ല. കഴിവുകളും അതുപോലെ തന്നെ ബാധ്യതകളും നമ്മളെ തടഞ്ഞേക്കാം. എങ്കിലും നമ്മൾ യാത്രയെ സ്നേഹിക്കുമ്പോൾ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു ചേരും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വൺ ഡേ നോക്ക് യുവർ ഡോർ ഓപ്പർച്യൂണിറ്റി. ഒരിക്കൽ നിങ്ങളുടെ കഥകിൽ വന്ന് മുട്ടും അവസരം. ഞാനൊരവസരമാണ് എന്ന് പറയുകയൊന്നുമില്ല, നമ്മൾ ചാടിപ്പിടിക്കണം. യാത്രകൾക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അപ്പോൾ യാത്ര ചെയ്യുക, ചെറുതായാലും വലുതായാലും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം.